മലയാള മനോരമ ജൂലൈ 4 മിഥുനം 20 വ്യാഴം. പ്രധാന വാർത്തകൾ. ഹാഥ്രസ് ദുരന്തം 121 മരണം, 110 പേരും സ്ത്രീകൾ. തിങ്ങിക്കൂടിയത് 2 ലക്ഷം പേർ. അനുമതി ഉണ്ടായിരുന്നത് 80,000 പേർക്ക് മാത്രം. സംഘാടകർക്കെതിരെ കേസ്. ബാബ ഒളിവിൽ. ഹാഥ്രസിലെ ഫുൾറൈ ഗ്രാമത്തിൽ ചൊവ്വാഴ്ച തിക്കിലും തിരക്കിലും 121 പേർ മരിക്കാൻ കാരണമായ പ്രാർത്ഥനാ യോഗത്തിനെത്തിയത് 2 ലക്ഷത്തിലേറെ പേർ. 80,000 പേർക്കുള്ള അനുമതി മാത്രമാണ് നൽകിയിരുന്നതെന്ന് തഹസിൽദാരുടെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നു. പ്രാർത്ഥനാ യോഗത്തിന്റെ പ്രധാന സംഘാടകനായ ദേവ് പ്രകാശ് മധുകറിനും പേരറിയാത്ത മറ്റ് 3 സംഘാടകർക്കുമെതിരെ സിക്കന്ദർ റാവു പോലീസ് കേസെടുത്തു. പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ആൾദൈവം നാരായൺ സക്രഹലി ബോലെ ബാബ ഒളിവിലാണ്. കേസിൽ ബാബയെ പ്രതി ചേർത്തിട്ടില്ലെന്ന് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിശദീകരിച്ചു. മരിച്ചവരിൽ 110 പേരും സ്ത്രീകളാണ്. 5 കുട്ടികളും 6 പുരുഷന്മാരുമുണ്ട്. ഹരിയാനയിൽ നിന്നുള്ള 4 മധ്യപ്രദേശ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരും ഒഴികെ മരിച്ചവരെല്ലാം UP സ്വദേശികളാണ്. വനിതാ ഹെഡ് കോൺസ്റ്റബിൾ ഉൾപ്പെടെ 31 പേർക്ക് പരിക്കേറ്റു. ദുരന്തത്തെ തുടർന്ന് ബോലെ ബാബയുടെ നേതൃത്വത്തിൽ നടത്താനിരുന്ന 2 പ്രാർത്ഥനാ യോഗങ്ങൾ ആഗ്ര പോലീസ് റദ്ദാക്കി. ഇന്നു മുതൽ 11 വരെ സയ്യാനിയിലും 13 മുതൽ 23 വരെ ശാസ്ത്രിപുരത്തും നടത്താനിരുന്ന സഭകളാണ് റദ്ദാക്കിയത്. 18 വർഷത്തെ കണ്ണീർ മഴ തോർന്നിട്ടും കാത്തിരിപ്പ് തീരാതെ റഹീമിന്റെ ഉമ്മ. വധശിക്ഷ റദ്ദാക്കിയതിന്റെ സന്തോഷം പങ്കിടാൻ റിയാദ് ജയിലിൽ നിന്ന് ഉമ്മയെ ഫോണിൽ വിളിച്ച് റഹീം. 18 വർഷത്തെ കണ്ണീർ മഴ തോരുന്നുവെങ്കിലും ഫാത്തിമ ഉമ്മയുടെ കാത്തിരിപ്പ് തീരുന്നില്ല. സൗദിയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന മകൻ അബ്ദുൾ റഹീം എത്രയും വേഗം മടങ്ങിയെത്തണമെന്നാണ് ഫാത്തിമ ഉമ്മയുടെ ആഗ്രഹം. റഹീമിന്റെ മോചനത്തിന് സൗദി കുടുംബം ആവശ്യപ്പെട്ട 34.35 കോടി രൂപ സമാഹരിച്ച മഹാദൗത്യം ലക്ഷ്യത്തിലെത്തിയതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും നിയമസഹായ കമ്മിറ്റിയും. ഗാസ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടത് 28 പലസ്തീൻകാർ. ലബനനിൽ ഹിസ്ബുള്ള കമാൻഡറെ വധിച്ചു. തെക്കൻ ഗാസയിലെ റഫേലും ഇസ്രയേൽ ബോംബിങ്ങിൽ ഒരു കുടുംബത്തിലെ 9 അംഗങ്ങൾ അടക്കം 28 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. തെക്കൻ ലബനനിലെ തയ്യർ നഗരത്തിൽ ഇസ്രയേൽ മിസൈൽ ആക്രമണത്തിൽ മുതിർന്ന ഹിസ്ബുള്ള കമാൻഡർ മുഹമ്മദ് നാമിഹ് നാസർ കൊല്ലപ്പെട്ടു. തെക്കൻ ലബനനിലെ 3 മേഖലകൾ ഒന്നിന്റെ തലവനായിരുന്നു. തിരിച്ചടിയായി വടക്കൻ ഇസ്രയേലിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി. ആളപായമില്ല. ഗാസയിലെ ശക്തമായ ആക്രമണം അവസാനിപ്പിക്കുന്നുവെന്നാണ് ഇസ്രയേൽ നൽകുന്ന സൂചനയെങ്കിലും ചില പ്രദേശങ്ങളിൽ തുടരുകയാണ്. റഫേൽ നിന്ന് ഖാൻ യൂണിസിലേക്ക് പലായനം ചെയ്ത പലസ്തീൻകാരുടെ എണ്ണം 2.5 ലക്ഷം വരുമെന്ന് UN അറിയിച്ചു. ആവശ്യത്തിന് കൂടാരങ്ങൾ ഇല്ലാത്തതിനാൽ ആയിരക്കണക്കിന് ആളുകൾ തെരുവോരങ്ങളിലാണ് അന്തിയുറങ്ങുന്നത്. മേഖലയിലെ പ്രവർത്തിക്കുന്ന ഏക ആശുപത്രിയായ ഗാസ യൂറോപ്യൻ ഹോസ്പിറ്റലിൽ അഭയം തേടിയിരുന്ന ആയിരക്കണക്കിന് പലസ്തീൻകാരെയും ഒഴിപ്പിച്ചു. ഇതുവരെ ഇസ്രയേൽ ആക്രമണങ്ങളിൽ 37,953 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. 87,266 പേർക്ക് പരിക്കേറ്റു. മിസൈലുകൾക്ക് പകരം സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഡ്രോൺ ബോട്ടുകൾ ചെങ്കടലിലേക്ക് അയച്ച് കപ്പലുകളെ ആക്രമിക്കുന്ന രീതി യമനിലെ ഹൂതി വിമതർ വ്യാപകമാക്കി. ഇപ്രകാരം നടത്തിയ ആക്രമണങ്ങളിൽ സമീപ ആഴ്ചകളിൽ 2 കപ്പലുകളെ മുക്കി, മറ്റൊന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. മാന്നാറിലെ കൊലപാതകം. ഭർത്താവ് 1-ാം പ്രതി, 3 പ്രതികൾ അറസ്റ്റിൽ. ഭർത്താവും ബന്ധുക്കളും ചേർന്ന് തൃപ്പെരുന്തുറ ഇരമത്തൂർ സ്വദേശിനി കലയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവ് ഇരമത്തൂർ കണ്ണമ്പള്ളിയിൽ അനിൽ 1-ാം പ്രതി. മറ്റു 3 പ്രതികളെ ചെങ്ങന്നൂർ 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 8 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 2009 ഡിസംബർ ആദ്യ ആഴ്ചയിലാണ് കല കൊല്ലപ്പെട്ടതെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് പറയുന്നു. മൃതദേഹം സംസ്കരിച്ച രീതി സംബന്ധിച്ച് FIRലോ റിമാൻഡ് റിപ്പോർട്ടിലോ കൃത്യമായി പറയുന്നില്ല. കലയ്ക്ക് പരപുരുഷ ബന്ധമുണ്ടെന്ന് സംശയിച്ച് അനിൽ മറ്റു പ്രതികളെയും കൂട്ടി വലിയ പെരുമ്പുഴ പാലത്തിൽ വെച്ച് കലയെ എങ്ങനെയോ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം പ്രതികൾ കാറിൽ കൊണ്ടുപോയി എവിടെയോ മറവു ചെയ്തു തെളിവുകൾ നശിപ്പിച്ചുമെന്നുമാണ് FIRന്റെ ഉള്ളടക്കം. 15 വർഷം മുൻപ് കാണാതായ കലയെ കൊന്ന് സെപ്റ്റിക് ടാങ്കിൽ തള്ളിയതാണെന്ന സൂചനയോടെ അമ്പലപ്പുഴ പോലീസിന് ലഭിച്ച ഊമക്കത്തിൽ നിന്നാണ് കേസ് അന്വേഷണം തുടങ്ങിയത്. തുടർന്ന് ഇപ്പോൾ അറസ്റ്റിലായവർ ഉൾപ്പെടെ 5 പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കൊലപാതകം സംബന്ധിച്ച കൂടുതൽ വിവരം ലഭിച്ചു. മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾക്കായി കഴിഞ്ഞ ദിവസം അനിലിന്റെ വീട്ടുമുറ്റത്തെ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പരിശോധിച്ചിരുന്നു.
തിരച്ചിലിൽ കണ്ടെത്തിയ പല്ലുകൾ എന്ന് സംശയിക്കുന്ന വസ്തുക്കളും 2 ഇലാസ്റ്റിക് വള്ളികളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ സിക്ക വൈറസ്, എങ്ങും ജാഗ്രത. മഹാരാഷ്ട്രയിൽ സിക്ക വൈറസ് കേസുകൾ സ്ഥിരീകരിച്ചതിന് പിന്നാലെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. സിക്ക റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലെ ഗർഭിണികളുടെയും ഗർഭസ്ഥ ശിശുക്കളുടെയും ആരോഗ്യം പ്രത്യേകം നിരീക്ഷിക്കണം. പ്രധാനമായും ഈഡിസ് കൊതുകുകൾ പരത്തുന്ന രോഗമാണ് സിക്ക. ആശുപത്രികളിൽ കൊതുക് ശല്യമില്ലെന്ന് ഉറപ്പാക്കാനായി നോഡൽ ഓഫീസർമാരെ നിയോഗിക്കണം. 2000 കിലോ റേഷൻ ഉൽപ്പന്നങ്ങൾ സ്വകാര്യ കെട്ടിടത്തിൽ പിടികൂടി. റേഷൻ ഉപഭോക്താക്കളിൽ നിന്ന് വാങ്ങി മറച്ചു വിൽക്കാൻ സൂക്ഷിച്ചത്. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന അരിയും ഗോതമ്പും ഉൾപ്പെടെ 2000 കിലോ ഉൽപ്പന്നങ്ങൾ തിരൂർ വാടിക്കലിലുള്ള സ്വകാര്യ കെട്ടിടത്തിൽ നിന്ന് പിടികൂടി. സപ്ലൈകോ അധികൃതർക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. 315 കിലോ പച്ചരി, 125 കിലോ പുഴുക്കലരി, 780 കിലോ കുത്തലരി, 660 കിലോ ഗോതമ്പ്, 70 പാക്കറ്റ് ആട്ടപ്പൊടി എന്നിവയാണ് കണ്ടെടുത്തത്. ഇവയെല്ലാം മാങ്ങാട്ടരിയിലുള്ള സപ്ലൈകോ ഗോഡൌണിലേക്ക് മാറ്റി. പരിശോധിച്ചതിൽ ഏതാനും കിലോ അരി കേടായതാണ്. തീരദേശത്തെ റേഷൻ കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നവരിൽ നിന്ന് വാങ്ങി കൂടിയ വിലയ്ക്ക് മറ്റിടങ്ങളിൽ മറച്ചു വിൽക്കാനുള്ള ശ്രമമാണ് നടന്നതെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ലഭിച്ച വിവരം. കെട്ടിട ഉടമയ്ക്ക് നോട്ടീസ് നൽകും. കലക്ടറുടെ നിർദ്ദേശപ്രകാരം മറ്റ് നടപടികൾ സ്വീകരിക്കും. വയനാട്ടിലെ 3 സ്കൂളുകളിൽ UP ഇല്ലാ ദുരിതം തീരുന്നു. വയനാട് ജില്ലയിൽ LP വിഭാഗവും ഹൈസ്കൂൾ വിഭാഗവും ഉണ്ടായിട്ടും UP വിഭാഗം ഇല്ലാതിരുന്ന 3 സ്കൂളുകളിൽ UP അനുവദിക്കാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. വീടിനടുത്തുള്ള സ്കൂളിൽ നിന്ന് 4ാം ക്ലാസ് ജയിച്ചാൽ 5ൽ ചേരാൻ കാടും മേടും കടന്ന് 5-6 കിലോമീറ്റർ താണ്ടേണ്ട ദുരിതത്തിനാണ് പരിഹാരമാകുന്നത്. വയനാട് പൂതാടി പഞ്ചായത്തിലെ അതിരാറ്റുകുന്ന് ഗവൺമെന്റ് ഹൈസ്കൂൾ, വാളവയൽ ഗവൺമെന്റ് ഹൈസ്കൂൾ, മാനന്തവാടി വെള്ളമുണ്ട പുളിഞ്ഞാൽ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവയിലാണ് UP വിഭാഗം ആരംഭിക്കാൻ അനുമതിയായത്. ഈ വർഷം 5ാം ക്ലാസും തുടർ വർഷങ്ങളിൽ 6ഉം 7ഉം ക്ലാസുകളും ആരംഭിക്കാനാണ് അനുമതി. സംരക്ഷിത അധ്യാപകരുടെ സേവനം ഉൾപ്പെടുത്തി ബ്രിഡ്ജ് കോഴ്സായാകും ഇത് ആരംഭിക്കുക. മെഡിക്കൽ പ്രവേശനം, കൗൺസിലിംഗ് വൈകും. കാക്കുന്നത് കോടതി തീരുമാനം. മെഡിക്കൽ പ്രവേശനത്തിനുള്ള കൗൺസിലിംഗ് നടപടികൾ വൈകും. നീറ്റ് UG പരീക്ഷയുമായി ബന്ധപ്പെട്ട ഹർജികൾ 8ന് സുപ്രീം കോടതി പരിഗണിക്കുന്നുണ്ട്. കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൗൺസിലിംഗ് തീയതികൾ പ്രഖ്യാപിക്കാനാണ് തീരുമാനം. ചോദ്യക്കടലാസ് ചോർച്ചയുടെ അടിസ്ഥാനത്തിൽ നീറ്റ് പരീക്ഷ വീണ്ടും നടത്തണം എന്നതുൾപ്പെടെയുള്ള 20ലേറെ ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് തിങ്കളാഴ്ച പരിഗണിക്കുന്നത്. ഈ മാസം 6ന് കൗൺസിലിംഗ് നടപടികൾ ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ നീട്ടാൻ അധികൃതർ തീരുമാനിച്ചു. ഗ്രേസ് മാർക്ക് നൽകിയവർക്ക് പുനഃപരീക്ഷ നടത്തിയതുൾപ്പെടെയുള്ള ഇടപെടലുകൾ സുപ്രീം കോടതിക്ക് തൃപ്തികരമാകുകയും കൗൺസിലിംഗ് അനുമതി നൽകുകയും ചെയ്താൽ തൊട്ടടുത്ത ദിവസം തീയതി പ്രഖ്യാപിക്കുമെന്നാണ് വിവരം. മറിച്ചാണെങ്കിൽ പുനഃപരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ശുഭദിനം. നന്ദി.